അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സ്നേഹമുള്ളവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ ജിന്നിലെ ഒന്നാമത്തെ സൂക്തത്തിൻ്റെ അർത്ഥവും ആശയവുമാണ് നാം മനസ്സിലാക്കിയത്. കുറച്ചുകൂടി വിശദീകരണങ്ങളിലേക്ക് കടക്കാം. സ്വാഭാവികമായും ചില ചോദ്യങ്ങൾ ഒന്നാമത്തെ സൂക്തത്തിൽ നിന്ന് നമ്മുടെ മനസ്സിൽ ഉയരാൻ ഇടയുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹ് നമസ്കാരത്തിൽ ഖുർആൻ പാരായണം ചെയ്തപ്പോൾ ജിന്നുകൾ അത് കേട്ടു. എന്നിട്ട് അവരുടെ സമൂഹത്തിൽ ചെന്നിട്ട് അതിനെക്കുറിച്ച് വിശേഷങ്ങൾ പങ്കുവച്ചു എന്നാണ് ഒന്നാമത്തെ സൂക്തത്തിലെ ആശയം. അവിടെ ചില ചോദ്യങ്ങൾ. ഒന്ന്, അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിന്നുകളെ കണ്ടിരുന്നു എന്നുള്ളതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജിന്നുകളെ കണ്ടിട്ടില്ല എന്നാണ് ഉത്തരം. ജിന്നുകളുടെ സാന്നിധ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞിരുന്നില്ല. പിന്നെ എങ്ങനെ അറിയുന്നത്? പിന്നീട് ഈ സൂക്തത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദിവ്യ വെളിപാട് വഴി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ കാര്യം അറിയിക്കുകയായിരുന്നു എന്നതാണ്. മഹാനായ സ്വഹാബി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിന്നുകളുടെ മുമ്പിൽ ഖുർആൻ പാരായണം ചെയ്യുകയായിരുന്നില്ല. പിന്നെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആൻ പാരായണം ജിന്നുകൾ കേൾക്കുകയായിരുന്നു. എന്നാൽ ജിന്നുകളുടെ സാന്നിധ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞിരുന്നില്ല എന്നാണ് അതിൻ്റെ ഉത്തരം. മറ്റൊന്ന്, അവർ ഖുർആനിനെ കുറിച്ച് പറഞ്ഞത് കേട്ടില്ലേ? ഖുർആനൻ അജബ, കൗതുകകരമായ ഒരു ഖുർആൻ എന്നാണ് പറയുന്നത്. ജിന്നുകൾക്ക് ഈ ഗ്രന്ഥം ഖുർആനാണ് എന്ന് അറിയാമായിരുന്നോ? ഇല്ലായിരിക്കാം എന്നാണ് ഖുർആൻ വ്യാഖ്യാതാക്കളുടെ വിശദീകരണം. അപ്പോൾ എന്താണ് അവർ ഖുർആൻ എന്ന് പറഞ്ഞത്? ഖുർആൻ എന്ന വാക്കിന് വായന എന്നർത്ഥമുണ്ടല്ലോ. ഖുർആനിൽ തന്നെ ആ പരാമർശം വന്നതായിട്ട് കാണാം. ഫഇദാ ഖറഅനാഹു ഫത്തബിഅ ഖുർആന, സൂറത്തുൽ ഖിയാമയിലെ നാം ഇതിനെ പാരായണം ചെയ്യുമ്പോൾ ഫത്തബിഅ, താങ്കൾ പിന്തുടരുക, ഖുർആനഹു, അതിൻ്റെ വായനയെ പിന്തുടരുക എന്നാണ്. അപ്പോൾ ഖുർആനൻ അജബ എന്ന് അവർ പറയുമ്പോൾ കൗതുകകരമായ ഒരു വായന ഞങ്ങൾ കേട്ടു, ഒരു പാരായണം ഞങ്ങൾ കേട്ടു എന്നാകാം. കാരണം ജിന്നുകൾ ഖുർആനിനെ ആദ്യമായിട്ട് അറിയുകയാണ്. അതുകൊണ്ടാണല്ലോ ഖുർആനൻ അജബ, ഇതുവരെ കേൾക്കാത്ത അത്ഭുതകരമായ എന്നൊക്കെ അവർ പറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ്. അതിനാൽ ഈ കേൾക്കുന്നത് ഖുർആൻ എന്ന് പേരുള്ള വേദഗ്രന്ഥമാണ് എന്ന കാര്യം അവർ അറിയണമെന്നില്ല. ഖുർആനൻ അജബ, ആ പാരായണത്തെ ഏറെ കൗതുകകരമായിട്ട് അവർ വിശേഷിപ്പിക്കുന്നുണ്ട്. അജബ് എന്ന് പറയുമ്പോൾ അത്ഭുതം, കൗതുകം, അതുപോലെ തന്നെ സംഭ്രമജനകം എന്നൊക്കെ പറയില്ലേ? പല തരത്തിലും മനസ്സിനെ ഏറെ സ്വാധീനിക്കുന്നത് എന്ന ആശയമുണ്ട്. അപ്പോൾ നാം സാധാരണ കേൾക്കാറുള്ള ഭാഷയ്ക്കപ്പുറം, ശൈലികൾക്കപ്പുറം അതുല്യമായ ഒരു തരം വചനങ്ങളാണ് ഞങ്ങൾ കേട്ടത് എന്നാണ് ആ സമയത്ത് ജിന്നുകൾ പറയുന്നത്. അപ്പോഴും നമുക്കൊരു സംശയം തോന്നാം. എന്താണ്? ജിന്നുകൾ മനുഷ്യൻ്റെ സംസാരം കേൾക്കുമോ? കേൾക്കും. മനസ്സിലാകുമോ? കേട്ടാൽ തീർച്ചയായിട്ടും മനസ്സിലാകും എന്നും ഈ സൂക്തത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ എന്നാണല്ലോ. അപ്പോൾ എല്ലാ ജിന്നുകൾക്കും എല്ലാ മനുഷ്യഭാഷയും അറിയാമോ? അടുത്ത ചോദ്യം. അറിയണമെന്നില്ല എന്നാണ് അതിൻ്റെ ഉത്തരം. അവർ ഭൂമിയുടെ ഏത് പ്രദേശത്താണോ വസിക്കുന്നത് ആ പ്രദേശത്തെ മനുഷ്യഭാഷ തീർച്ചയായിട്ടും ജിന്നുകൾക്ക് അറിയാൻ കഴിയും. മനുഷ്യരും അങ്ങനെ തന്നെ അല്ലേ? നമ്മൾ കേരളത്തിലായതുകൊണ്ട് മലയാളം നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാം. ഇനി മറ്റൊരു രാജ്യത്തേക്ക് നമ്മൾ കൂടുമാറിയാൽ അവിടുത്തെ ഭാഷ നമ്മൾ പഠിച്ചെടുക്കുകയാണ് ചെയ്യാം. എന്ന പോലെ ജിന്നുകൾ ഏത് പ്രദേശത്താണോ വസിക്കുന്നത് ആ പ്രദേശത്തെ മനുഷ്യഭാഷ ജിന്നുകൾക്ക് അറിയാൻ കഴിയും
എന്നാണ് മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല ഈ സൂക്തത്തിൽ നിന്ന് മനസ്സിലാകുന്നത് ഖുർആൻ കേട്ട ജിന്നുകൾക്ക് ആ വചനങ്ങളുടെ അതുല്യമായ സാഹിത്യ ഭംഗി ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ്. ഖുർആനിലെ അത്യുന്നതമായ ആശയങ്ങൾ ആഴത്തിൽ ഗ്രഹിക്കാൻ കഴിയും വിധം അവർക്ക് അറബി ഭാഷാ പരിജ്ഞാനമുണ്ടായിരുന്നു. അപ്പോൾ അറബികളെ പോലെ തന്നെ അന്നത്തെ അറബികൾ സാഹിത്യ നിപുണന്മാരായിരുന്നല്ലോ. നന്നായിട്ട് കവിതകൾ എഴുതിയിരുന്നു, നിമിഷ കവിതകളിലൂടെ മറുപടി പറഞ്ഞിരുന്നു. ഇതേ ഗുണങ്ങൾ ജിന്നുകൾക്കും ഉണ്ടായിരിക്കാം എന്ന് മനസ്സിലാക്കാം. അപ്പോൾ അന്നത്തെ ആ ജിന്നുകൾ അറബി ജിന്നുകളാണ് എന്ന് ഈ സൂക്തത്തിൽ നിന്ന് നമുക്ക് ബോധ്യമാവുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് കൗതുകം ജനിപ്പിക്കുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും സൂറത്തുൽ ജിന്നിലൂടെ കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അനുഭവിക്കാൻ കഴിയും. ഇനി ആ ജിന്നുകൾ സ്വന്തം സങ്കേതത്തിലേക്ക്, ജിന്നുകളുടെ സമൂഹത്തിലേക്ക് തിരിച്ചെത്തിയിട്ട് എന്താണ് പറഞ്ഞത്? ആദ്യം പറഞ്ഞു ഞങ്ങൾ ഖുർആനിൻ അജബിനെ കേട്ടു എന്ന് പറഞ്ഞു. പിന്നെ അവരെങ്ങനെയാണ് ഖുർആനിനെ വിലയിരുത്തുന്നത്, ഖുർആനിനോട് അവർ സ്വീകരിക്കുന്ന നിലപാട് എന്താണ്? ഇതൊക്കെ നമുക്ക് രണ്ടാമത്തെ സൂക്തത്തിൽ നിന്ന് മനസ്സിലാവും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യഹ്ദീ ഇലർ റുശ്ദി ഫആമന്നാ ബിഹി വലൻ നുശ്രിക ബിറബ്ബിനാ അഹദാ. യഹ്ദി ഇലർ റുശ്ദ്, ഹദാ യഹ്ദി, വഴി കാണിച്ചു. യഹ്ദി, അത്, ആ ഖുർആൻ ഞങ്ങൾ കേട്ട ആ പാരായണം വഴി കാണിക്കുന്നു. ഇലർ റുശ്ദ്, എങ്ങോട്ടാണ്? സന്മാർഗത്തിലേക്ക് വഴി കാണിക്കുന്നതാണ്. അങ്ങനെ കേട്ടപ്പോൾ അപ്പോൾ ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചു, ബിഹി, അത് കൊണ്ട്, വലൻ, ഒരിക്കലുമില്ല, നുശ്രിക, ഞങ്ങൾ പങ്കു ചേർക്കുകയില്ല, അഷ്റക യുശ്രിക്കു, പങ്കു ചേർത്തു, ഷിർക്ക്, അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ്. വലൻ നുശ്രിക, ഞങ്ങൾ ഒരിക്കലും പങ്കു ചേർക്കുകയില്ല, ബിറബ്ബിന, ഞങ്ങളുടെ നാഥനെ കൊണ്ട്, അഹദൻ, ഒരാളെയും ഞങ്ങൾ പങ്കു ചേർക്കുകയില്ല. ഖുർആൻ കേട്ടിട്ട് ജിന്നുകളിൽ നിന്നുണ്ടായ പ്രതികരണം, അവർ സ്വീകരിച്ച നിലപാടുകളാണ് രണ്ടാമത്തെ സൂക്തത്തിലൂടെ നമുക്ക് ബോധ്യപ്പെടുന്നത്. അപ്പോൾ ആ ഖുർആൻ സന്മാർഗത്തിലേക്ക് വഴി കാണിക്കുന്നതാണ്. അതിനാൽ ഞങ്ങൾ അതിൽ വിശ്വസിച്ചിരിക്കുന്നു എന്നവർ പ്രഖ്യാപിക്കുകയാണ്. മാത്രമല്ല വലൻ നുശ്രിക ബിറബ്ബിന അഹദ, ഞങ്ങളുടെ നാഥനിൽ ഞങ്ങൾ ഒന്നിനെയും പങ്കു ചേർക്കുകയില്ല എന്നും വളരെ ശക്തമായിട്ട് അവർ നിലപാട് വെളിപ്പെടുത്താൻ. അപ്പോൾ വളരെ ആഴമേറിയ ആശയങ്ങളുള്ള സൂക്തമാണ് രണ്ടാമത്തേത്. എന്തൊക്കെ ആശയങ്ങൾ? അതിൽ ഒന്നാമത്തേത്, ജിന്നുകൾ ദൈവത്തിൻ്റെ അസ്തിത്വമോ രക്ഷാകർത്തൃത്വമോ നിഷേധിക്കുന്നവരല്ല. ജിന്നുകൾ അള്ളാഹു ഉണ്ട് എന്ന് തന്നെ വിശ്വസിക്കുന്നവരാണ് എന്ന് മനസ്സിലാക്കാം. രണ്ടാമത്തേത്, മനുഷ്യരിൽ ഉള്ളതുപോലെ ജിന്നുകളിലും അള്ളാഹുവിൻ്റെ ദിവ്യത്വത്തിന് പങ്കാളികളുണ്ട് എന്ന് കരുതുന്ന ബഹുദൈവ വിശ്വാസികളായ മുശ്രിക്കുകളായ ജിന്നുകൾ ഉണ്ട് എന്നതാണ്. അന്ന് ഖുർആൻ കേട്ട ജിന്നുകൾ ബഹുദൈവാരാധകരായ ജിന്നുകളുടെ സമൂഹത്തിൽപ്പെട്ടവരായിരുന്നു എന്ന് മനസ്സിലാക്കാം. കാരണം ഖുർആൻ കേട്ടതിന് ശേഷം അവർ സ്വീകരിച്ച നിലപാട് കണ്ടില്ലേ? വലൻ നുശ്രിക ബിറബ്ബിന അഹദ, ഇനി ഞങ്ങൾ അള്ളാഹുവിൽ, ഞങ്ങളുടെ നാഥനിൽ ഒന്നിനെയും പങ്കു ചേർക്കില്ല എന്നുള്ള ധീരമായ നിലപാടിൽ അവരെത്തിച്ചേരാണ്. മറ്റൊന്ന്, ജിന്നുകളിൽ പ്രവാചകത്വവും വേദ അവതരണവും സംഭവിച്ചിട്ടുണ്ടാകുമോ എന്നുള്ള ചോദ്യമാണ്. പ്രവാചകന്മാർ വന്നിട്ടുണ്ടാകുമോ? വേദഗ്രന്ഥങ്ങൾ ആഗതമായിട്ടുണ്ടാകുമോ എന്നതാണ്. സത്യവിശ്വാസം കൈക്കൊണ്ട ജിന്നുകൾ മനുഷ്യരിൽ വന്ന പ്രവാചകന്മാരിൽ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ടാണല്ലോ വിശുദ്ധ ഖുർആൻ അവരെ കൂടി അഭിസംബോധന ചെയ്യുന്നത്. യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസ്, സൂറത്തു റഹ്മാനിൽ ഓ ജിന്ന്, മനുഷ്യ വർഗമേ, സമൂഹമേ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് സത്യവിശ്വാസം ഉൾക്കൊണ്ട ജിന്നുകൾ മനുഷ്യരിലെ പ്രവാചകന്മാരിൽ വിശ്വസിച്ചിരുന്നു. മനുഷ്യരിലൂടെ അവതീർണമായ, അഥവാ മനുഷ്യരായ പ്രവാചകന്മാർക്ക് അവതീർണമായ
വേദഗ്രന്ഥങ്ങളിലും വിശ്വസിച്ചിരുന്നു എന്ന് മനസ്സിലാക്കാം. സൂറത്തുൽ അഹ്ഖാഫ് 30-ാമത്തെ ആയത്തിൽ അങ്ങനെ ചില സൂചനകൾ വരുന്നുണ്ട്. ഖാലു, അവർ ഖുർആൻ കേട്ട മറ്റൊരു സന്ദർഭമാണ്, യാ ഖൗമന, ഞങ്ങളുടെ സമൂഹമേ, ഇന്നാ സമിഅന കിതാബൻ, ഞങ്ങൾ ഒരു ഗ്രന്ഥം കേട്ടിരിക്കുന്നു, ഉൻസില മിൻ ബഅദി മൂസ, മൂസ അലൈഹിസ്ലാമിന് ശേഷം അവതീർണമായ ഗ്രന്ഥം കേട്ടു. അതേതാണ്? ഖുർആൻ തന്നെയാണ് ഉദ്ദേശം. മുസദ്ദിഖൻ ലിമാ ബൈന യദൈ, അതിൻ്റെ മുമ്പിലുള്ളതിനെ സത്യപ്പെടുത്തുന്നതാണത്. യഹ്ദി ഇലൽ ഹഖ്, സത്യത്തിലേക്ക് വഴി നടത്തുന്നതുമാണ് അത് എന്നവർ പറയുമ്പോൾ, മൂസ അലൈഹി ഇസ്ലാമിന് അവതീർണമായ തൗറാത്തിൽ ആ ജിന്നുകൾ വിശ്വസിച്ചിരുന്നു എന്നാണ്. അപ്പോൾ ആ ജിന്നുകൾ ശരിക്കും വേദക്കാരായ ജിന്നുകളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ ചർച്ചകൾ ഈ സൂക്ത ഭാഗങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കടന്നു വരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ജിന്നുകളുടെ ലോകത്തെക്കുറിച്ച്, അതിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് കൃത്യമായി ഗ്രഹിക്കുവാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.